നമസ്കാരം. അയ്യോ, ഒരു വെറൈറ്റി മോങ്ങൽ കാണുകയായിരുന്നു. ഈ ഇടിയാണ് നെഞ്ചത്തിടിച്ചിട്ട് കിടന്ന് മോങ്ങുന്നത്. PVC കുഴലിന്റെ ആ കരച്ചിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ, വല്ലാത്ത സന്തോഷം തോന്നി. അതായത് നമ്മൾ പണ്ട് പറയാറില്ലേ, ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കുഴൽ കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ മാസപ്പടി എന്ന ആരോപണം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിച്ചപ്പോ ഇത്രയും മോങ്ങലിന്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യവും അന്ന് കണ്ടില്ലല്ലോ. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഇവിടുത്തെ സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ ആരോപണം അത് മുൻനിർത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ ഒരു മുഖ്യമന്ത്രിയുടെ മകളായി പോയി എന്ന ഒറ്റ കാരണത്താൽ താൻ എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞത്, അത് വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ കുറച്ച് മാപ്ര അറ്റൻഷൻ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിരപരാധിയായിട്ടുള്ള വ്യക്തി അനുഭവിച്ച മാനസിക വിഷമം എന്താണെന്ന് അറിയോ? അത് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ്. അതിൽ ഒരു വാക്കങ്ങ് കട്ട് ചെയ്ത് കളയണം. അവിടെ നിരപരാധിയും ഇതൊരു അപരാധി. ഒരു അപരാധിക്ക് ഇത്രയും പൊള്ളലുണ്ടായിട്ടുണ്ടെങ്കിലും കൈരളി ചാനൽ CPM ചെയ്ത പ്രവർത്തനം എന്നോട് അരുൺകുമാർ ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ മോങ്ങലുണ്ടല്ലോ, ആ മോങ്ങലാണ് ഈ നാട്ടിൽ പറയുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന്. അടിസ്ഥാനമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു, അങ്ങനെ അനന്തുവിന്റെ മൊഴി നിലവിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ കൺഫേം വിത്ത് ഓൾ ദ സോഴ്സസ് അവൈലബിൾ. ഇനി നാളെ ഇനിയിപ്പോൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ മൊമെന്റിൽ, ഞാൻ ഈ സംസാരിക്കുന്ന മൊമെന്റിൽ എൻ്റെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റേറ്റീവ് സോഴ്സിൽ എന്നോട് പറഞ്ഞിട്ടിരിക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർ മൊഴി കണ്ടു എന്ന് പറയുന്ന അരുണിന്റെ സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി? വാട്ട്സ് യുവർ ഇന്റഗ്രിറ്റി? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നാളെ രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ വരാനോ? അത് ഈ മേലും കേണെങ്കിൽ ഇതിനെ ഇതുപോലെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വേണോ? ഇറ്റ്സ് പത്തറ്റിക്. അതുകൊണ്ട് ഞാൻ പറയും, ഞാനാണോ കള്ളം പറയുന്നത്? മാത്യു കുഴൽനാടനാണോ കള്ളം പറയുന്നത്? അത് റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുണാണോ പൊതുജന സമൂഹത്തിൽ കള്ളം പറഞ്ഞതെന്ന് തെളിയിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ്, നിങ്ങൾ എത്രയോ വാർത്തകൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണ്, എത്രയോ വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ്. ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടോ, കൈരളി ചാനൽ ഇതിലും മാന്യതയോടെ പെരുമാറിയിട്ട് സത്യത്തിൽ ഈ CPM ഏരിയ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം അവര് പറഞ്ഞത് മാത്യു കുഴൽനാടൻ MLA-യും MD-യും ഇത് പ്രചരിപ്പിക്കാൻ പ്രേരകമായെന്ന് അവർ പറഞ്ഞു. അവർക്കൊരു മാന്യതയുണ്ട്. CPM നടത്തിയ പ്രതികരണം അവരെന്നെ രാഷ്ട്രീയ എതിരാളികളാണ് പറയാം. ഈ റിപ്പോർട്ട് ഒരു ചാനലിന്റെ പേരും ഒരു ഒരു ആങ്കറിന്റെ ഇതും വെച്ചുകൊണ്ട് ഇത്രയും മോശമായി. യുവർ ഇൻട്രസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ ഓർ യുവർ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ്. യു ആർ നോട്ട് ഫോർ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും അതേ ബ്രാക്കറ്റിൽ വരും. എങ്ങനെയാണ് പത്രങ്ങളെ ജനം വിശ്വസിക്കുക? എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശ്വസിക്കുക? നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച്. റിപ്പോർട്ടർ ചാനൽ ആസറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഈ മൊമെന്റില് മാത്യു കുഴൽനാടനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് അനന്തുവിന്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും. ഒലക്കേടെ മൂടിലെ ഈ ഇംഗ്ലീഷ് ഒന്നും ഇങ്ങോട്ടെടുത്ത് എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. വാട്ട് ഈസ് ദ ക്രെഡിബിലിറ്റി? തേങ്ങ കൊല ക്രെഡിബിലിറ്റി പോലും. അതായത് ഞങ്ങൾ എന്ത് വിളിച്ചു പോകുന്നോ അത് എല്ലാ യാഥാർത്ഥ്യം, അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അത് മാധ്യമധർമ്മം. ഒരു പ്രതി അയാൾ പൈസ കൊടുത്തവരെ കുറിച്ച് പറയുകയാണ്, 7 ലക്ഷം രൂപ മാത്യു കുഴൽനാടന് കൊടുത്തു, അത് എന്റെ സോഴ്സ് വെച്ച് അന്വേഷിച്ചപ്പോ അങ്ങനെ യാതൊരു മൊഴിയും കൊടുത്തിട്ടില്ല എന്ന്. പിന്നെ ഇങ്ങനെ അപ്പനാര് DGP അല്ലേ? DGP വിളിച്ചാണോ സോഴ്സിൽ അന്വേഷിക്കുന്നത്? ആകെയുള്ള 2 സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് VD സതീശനും ഒന്ന് ഗിർ സുധാകരനുമാണ്. സാറേ, എന്റെ പേര് ഏതെങ്കിലും മൊഴി കിട്ടിയിട്ടുണ്ടോ? ഉടൻ പറയും, അയ്യോ ഒരു മൊഴിയല്ല, അതൊക്കെ വ്യാജ വാർത്തയെന്ന് സതീശനും സുധാകരനും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിളിച്ചു കൂവിയിട്ട് എനിക്കെതിരെ വ്യാജ വാർത്തയാണെന്ന് പോലും. അരുൺകുമാർ ഇന്നലകളിൽ വീണ വിജയനെതിരെ താൻ എന്തൊക്കെ മൊഴിഞ്ഞോ അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയപ്പോഴും ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. തന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടായിരുന്നു? മാങ്ങാത്തൊലിയിലെ ഈ രേഖ ഒഴിച്ചിട്ട് വേറെ ഒരു ചുക്കും ഇല്ലായിരുന്നു. എന്നിട്ട് ഒരു സ്ത്രീയെ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കുക, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ സ്ത്രീയല്ല, ഒരു മുഖ്യമന്ത്രിയെ, അതായത് ഇടതുപക്ഷ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും മാനസികമായി തകർക്കുക, അല്ലെങ്കിൽ അയാളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാൻ, അവഹേളിക്കാൻ, മകളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുടുംബത്തെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. ആ പ്രവൃത്തി ചെയ്ത PVC കുഴലെ തനിക്ക് എന്ത് യോഗ്യതയുണ്ടോ ഈ രീതിയിൽ നെഞ്ചത്തിടിച്ച് മോങ്ങാൻ? തന്റെ മോങ്ങൽ ഇങ്ങനെയൊന്നും നടന്നാ പോരാ,
ഇതൊന്നും കണ്ടിട്ട് കേരളത്തിന് വലിയ സന്തോഷവും വല്ലാത്ത രീതിയിൽ കുളിരും ഉണ്ടാകുകയാണ്. കാര്യം ആ രീതിയിലുള്ള തോന്നിവാസമാണ് താൻ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അടിമുടി ദുരൂഹനായ, അടിമുടി ഉടായ്പായിട്ടുള്ള, പലതരത്തിലുള്ള കൃത്രിമത്വങ്ങൾ നടത്തിയിട്ടുള്ള, അത് വരുമാനത്തിലായിക്കോട്ടെ, തന്റെ പരീക്ഷയിലായിക്കോട്ടെ, താൻ നടത്തിയ ഭൂമി കച്ചവടത്തിലോ തന്റെ ജോലിയിലായിക്കോട്ടെ, അടിമുടി ദുരൂഹനായിട്ടുള്ള ഒരു വ്യക്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പിണറായി വിജയനെതിരെ 4 വാചകം പറഞ്ഞ കുറെ മഞ്ഞ മനസ്സുള്ള മാധ്യമ പ്രവർത്തകർ ഏറ്റെടുത്ത് ആഘോഷിച്ചപ്പോ വല്ലാതെ കുളിരണിഞ്ഞിരുന്നതാണല്ലോ. അപ്പോ കരുതിയിരുന്നു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ബ്രാൻഡായി മാറുമെന്ന്. താനൊരു ബ്രാൻഡാണെന്ന് അനന്തകൃഷ്ണൻ കൊടുത്ത മൊഴിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? താൻ വെറും ഉടായ്പാണെന്നും മാസപ്പടി മേടിക്കുന്ന വ്യക്തിയാണെന്നും ഈ നാട്ടിലെ ഏത് കൊള്ളരുതാത്തവൻ മൂവാറ്റുപുഴയിൽ വരുന്നുണ്ടോ അവന്റെന്നെല്ലാം തനിക്ക് മാസപ്പടി കിട്ടുന്നുണ്ടെന്ന് ആ വാർത്ത തെളിയിക്കുന്നുണ്ട്. ഈ 7 ലക്ഷം രൂപ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല, അത് അപകടകരമാണ് എന്ന് മാത്യു കുഴൽനാടൻ തന്നോട് പറഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ നേരിട്ട് നൽകിയാൽ മതി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് 7 ലക്ഷം രൂപ മാത്യു കുഴൽനാടന് താൻ നൽകിയത് എന്നുമാണ് അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഇന്നലകളിൽ നിങ്ങൾ കേന്ദ്ര ഏജൻസിയുടെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ എഴുതിവിട്ട, പ്രത്യേകിച്ച് സംഘപരിവാർ മാധ്യമങ്ങളിൽ വന്ന വാർത്തയും സംഘപരിവാറുകാർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളും വെച്ചിട്ട് ഡയലോഗ് അടിച്ച ഒരു സ്ത്രീയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമത്തിലൂടെ ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തേക്ക് വന്നാൽ അത് താൻ ചെയ്തു എന്ന് തന്നെയാണ്. അതിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനൊന്നും കുഴലൻ മെനക്കെടണ്ട. അരുൺകുമാറിന്റെ ഉദ്ദേശം പൊളിറ്റിക്കൽ ആണെങ്കിൽ ഇതാണോ ചെയ്യേണ്ടതെന്ന്, താൻ ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞാൽ വല്ലാത്ത പൊള്ളുന്ന അവസ്ഥ എന്താണെന്ന് തന്റെ വാക്കുകളിലുണ്ട്. അതുകൊണ്ട് ഈ മാങ്ങാത്തൊലിയിലെ ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് ഊരിപ്പോകാനൊന്നും കരുതണ്ട. താൻ അടിമുടി കപടനാണെന്നും കൈക്കൂലിക്കാരനാണെന്നും മാസപ്പടിക്കാരനാണെന്നും എല്ലാ കാര്യത്തിലും തന്റെ കയ്യിലിരിക്കുന്നതെല്ലാം കുഴുത്തുരുമ്പ് പരിപാടിയാണെന്നും ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലകളിൽ ഒരാളെ ആക്ഷേപിച്ചതിന് അത് ഇല്ലാത്ത കാര്യത്തെ ഉണ്ടെന്ന തരത്തിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു കുപ്രചരണത്തിന് താൻ നേതൃത്വം കൊടുത്തപ്പോ താൻ ഇങ്ങനെ ആ പോയിന്റിൽ വന്ന് നിൽക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലല്ലേ? അതാണ് ഈ നാട്ടിലെ കാലത്തിന്റെ കാവ്യനീതി. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയോ? ഇന്നലകളിൽ ഒരാൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവേദനയുണ്ട്. ആ മനോവേദനയും ആ സങ്കടവും ഉണ്ടല്ലോ, അതിനാണ് ഈ നാട്ടിൽ മറുപടി പറയേണ്ടി വരുന്നത്. ഇനി എത്ര വലിയ ദൈവവിശ്വാസിയാണോ ഒരു മനുഷ്യനെ അകാരണമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പലരുടെയും മോങ്ങലുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോ PVC പൈപ്പിലൂടെ ഒഴുകിപ്പോകുന്നതെന്ന് പറയേണ്ടി വരികയാണ്.